ഗുഡ് മോർണിംഗ്. ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. ഇന്നലെയൊക്കെ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം ജസ്റ്റ് ഒന്ന് മാറുന്നേ ഉള്ളൂ. ഫസ്റ്റാണ് വീഡിയോ ആരെങ്കിലും കാണുന്നത് വെച്ചാൽ എവിടെയാണ് ട്രാവൽ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു, സുൽത്താൻ ബത്തേരി. നല്ല രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തിയ. ഒടുക്കമത്തെ മഴയും കോടയായിരുന്നു, മറ്റേ നമ്മുടെ കുറ്റിയാടി ചുരം ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയൊന്ന് കുളിച്ച് ഫ്രഷായി കിടന്ന കിടത്താണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, എൻ്റെ കൈയ്ക്ക് ഒരു ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പരിക്ക് പറ്റിയത് 31-ാം തീയതി രാത്രിയായിരുന്നു. നമ്മളെ കസേരയൊക്കെ ഇങ്ങനെ ഫങ്ഷന് വേണ്ടിയിട്ട്, ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് കസേരയൊക്കെ അങ്ങനെ എടുത്ത് പൊക്കി വെക്കൂലേ. അപ്പോൾ ഒരു കസേര എടുക്കുന്ന സമയത്ത് കൈയിൻ്റെ മുട്ടൊന്ന് അടിച്ചു പോയി. അപ്പോൾ മുട്ട് തരുത്ത പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ ഡോക്ടർ ഒരു 2-3 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. 2 ആഴ്ച മാക്സിമം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളും, ഞാനൊരു ജോലി എടുക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയും ലേറ്റായാൽ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഫോട്ടോ കൊടുക്കാനുണ്ട്. ചോദിക്കുന്നവർക്കൊക്കെ കാര്യം അറിയാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഫ്രെയിം ചെയ്തത് ഫ്രെയിമൊന്ന് മാറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് ഫസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വേറൊരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിഷ്ടം മറ്റൊരു ഫ്രെയിമായിരുന്നു. അത് എനിക്കെന്തോ ഭാഗ്യത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി ചെയ്യണം. ഒരു വരച്ച് തുടങ്ങിയ ഫോട്ടോ ഇവിടെ ഉണ്ട്. അതുമല്ല ഇപ്പം വരച്ചാൽ ഉണങ്ങത്തില്ല. ഞാൻ വരച്ചാൽ എങ്ങനെയാണ് ഉണക്കുക എന്നുള്ളത് ആദ്യമൊക്കെ പറയാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നില്ല. കാരണം എന്നെ കോപ്പി അടിച്ച് എന്നെ ഇതാക്കി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്തിനാണ് ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്ത് അങ്ങനെ. ഇപ്പം നമ്മുടെ ചെറിയ ചെറിയ എന്താ പറയുക പൊടിക്കൈകൾ നമ്മുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ, അതല്ലേ നല്ലത്. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ കുറ്റം മാത്രമല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അപ്പം ജസ്റ്റ് ഇപ്പം എനിക്ക് 4 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഫോട്ടോ മഴ സമയത്ത് ഒരു 6 ദിവസം അത്രയൊക്കെ പിടിക്കും പൂർത്തീകരിച്ചെടുക്കാൻ. അങ്ങനെ അപ്പം ഞാൻ 2, 3, 4 ഫോട്ടോ ഒരുമിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. എന്നാൽ ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും 4 ഫോട്ടോ 6 ഫോട്ടോ ഒക്കെ 4 ദിവസം കഴിയുമ്പോഴേക്ക് റെഡിയാക്കി കിട്ടാറുണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് എടുക്കണം, ഹാർഡ് വർക്ക് വേണം, ഉറക്കം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കുറേ വീഡിയോസ് ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ. ഇവിടുന്ന് അവിടെ പോയി അവിടുന്ന് ഇവിടം വരെ വരുമ്പോഴേക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ലോങ് ലെങ്ത്ത് വീഡിയോ ആയിട്ട് ഒരു 35 സെക്കൻഡിൻ്റെതൊക്കെ ഉണ്ട്. അപ്പോൾ 35 സെക്കൻഡ് 35 മിനിറ്റിൻ്റെതൊക്കെ ഉണ്ട്. അരമണിക്കൂറിൻ്റെതൊക്കെയാണ്. ഈ 2 വീഡിയോസ് ഉണ്ട്. കട്ട് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട്. അതാകുമ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാനും സുഖമാണ്, നിങ്ങൾക്ക് കാണാനും സുഖമാണ്. അങ്ങനെയും കുറേ ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കുളിക്കണം. കുളിച്ചൊന്ന് ഫ്രഷായിട്ട് വേണം വരയിലേക്ക് രണ്ടാമത് ഒരു ലോങ് ഡിസ്റ്റൻസ് ഏറിയ കാലത്തിന് ശേഷം, ചിത്രവരയിൽ ഏറിയ കാലത്തിന് ശേഷം ഒരു ലോങ് ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നത്. എന്താ വെച്ചാൽ ഹൗസ് വാമിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഹൗസ് വാമിങ് വിളിക്കാൻ പോകാനുണ്ടായിരുന്നു, ഫർണിച്ചേഴ്സ് എടുക്കാൻ പോകാനുണ്ടായിരുന്നു, വേറെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകാനുണ്ടായിരുന്നു, പന്തലിൻ്റെ കാര്യം ഏൽപ്പിക്കാൻ പോകാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം ഒരു ഏറിപ്പോയ ഒരു 20 ഫോട്ടോ അത്രേ വരച്ച് കാണുള്ളൂ. അത്രേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ മാസത്തതും ഈ മാസത്തതും ഒക്കെ ഉണ്ട് വരയ്ക്കാൻ. ജൂണിൽ മൊത്തമായിട്ട് എനിക്ക് ഹൗസ് വാമിങ്ങിൻ്റെ മുമ്പായിട്ട് 750 ഫോട്ടോയും കൊടുത്ത് തീർക്കണമെന്ന് വിചാരിച്ച് ഞാൻ പറ്റിയില്ല. അപ്പം അത്രമേൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതെനിക്കൊരു കഷ്ടപ്പാടായിട്ട് ഇതുവരെ തോന്നിയിട്ടുമില്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ മെല്ലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വരയ്ക്കാനിരിക്കട്ടെ. അതിന് മുമ്പായിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞതാണ്. ലൈവിലൊക്കെ വന്നിട്ട് എത്രയോ കാലമായി. മിനിയാന്ന് അങ്ങോട്ട് വന്നു എന്ന് തോന്നുന്നു. ഇപ്പം ലൈവിലൊന്നും വരാൻ ടൈം കിട്ടുന്നില്ല. എല്ലാം കൂടി നമ്മളൊരാൾ കൊണ്ടുവന്നെടുക്കണ്ടേ. അതിനിടയ്ക്ക് ചെറിയൊരു വണ്ടി പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഡിസ്കസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വണ്ടിനെ കുറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്.
എന്താണെന്നൊക്കെ വഴിയെ ഞാൻ പറയാം. വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാണാം കേട്ടോ. ടാറ്റാ.